പോളിയോ കൊടുക്കാമെന്നവര് കുട്ടികളെ കൊണ്ട് വരി വരിയാ നിൽക്കുക. ഇങ്ങനെ കൂട്ടം കൂടാൻ കഞ്ചിപ്പകർച്ചയല്ല, ക്യൂ നിൽക്കാൻ. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ് വാസേട്ടാ. ഞാൻ ലേറ്റാ? ഇല്ല, ഒരാള് പക്ഷെ ഇന്ന് ലേറ്റാ, എത്തിയിട്ടില്ല. വത്സ മാഡം വന്നോ? വന്നിട്ടുണ്ട്. കടന്നല് കുത്തി പോലെ മുഖവും വീർപ്പിച്ച് അകത്തിരിപ്പുണ്ട്. അല്ല, ആയമ്മക്ക് വല്ല ഫൈൽസിന്റെ കംപ്ലൈന്റ് ഉണ്ട്. സിസ്റ്റർ, ഭദ്ര വന്നില്ലേ? ഇപ്പോഴെത്തും. ചോദിച്ചതിന് ഉത്തരം പറഞ്ഞാ മതി. എപ്പ വരും എന്നല്ല ഞാൻ ചോദിച്ചത്. മാഡം, എന്നെ കണ്ടിട്ട് ഡ്യൂട്ടിക്ക് കയറാൻ പറയണം. മാഡം. ഇഡിയറ്റ്സ്. ഇന്നും ലേറ്റാണല്ലേ? ലൈറ്റ് അല്ല, സ്ട്രോങ്. ആ നാശം പിടിച്ച സ്ത്രീ കാരണം ബസ്സും കിട്ടിയില്ല. ദൈവമേ, എനിക്ക് ഇന്നും ചീത്ത കേൾക്കാനാണല്ലോ വിധി. ആ വന്നോ? ചെല്ല്, വത്സ മാഡം വിളിക്കുന്നുണ്ട്. ചീത്ത വിളിക്കാനല്ലേ? അല്ല, നിനക്കൊരു ടാറ്റ ഇന്ത്യക്ക് വാങ്ങി തരാനാന്ന് തോന്നണേ. അപ്പൊ പിന്നെ സമയത്തിനെങ്കിൽ വരാല്ലോ. പോടി പട്ടി. എന്തു പറ്റി? ബസ് കിട്ടിയില്ല. മാഡത്തിനെ കണ്ടെന്തെങ്കിലും കാരണം പറഞ്ഞിട്ട് വരൂ. അതെ, മാഡത്തിനെ കണ്ടെന്തെങ്കിലും സ്റ്റുപ്പിഡ് എക്സ്ക്യൂസസ് പറഞ്ഞാൽ മതിയല്ലോ. അവർക്ക് ബസ് മിസ്സായി. ഡോക്ടർ അരുണിന് ഡ്യൂട്ടി തുടങ്ങാറായില്ലേ? എനിക്ക് ഇമീഡിയറ്റ് ഷിപ്പ് ഇഷ്ടമുള്ള കാര്യമല്ല. സിസ്റ്ററിന് ഇത് എന്റെ ലാസ്റ്റ് വാർണിംഗ് ആണ്. മനസ്സിലായല്ലോ? പോട്ടെ, അവരുടെ നേച്ചർ അറിയാലോ. ആ ഭദ്ര ഇതൊരു പതിവാക്കിയിരിക്കുകയാണല്ലോ. ഇങ്ങനെ പോയാൽ എനിക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടി വരും. മനഃപൂർവ്വം ആകില്ല മാഡം, അതൊരു പാവമാണ്. ഒരു വീടിന്റെ ചുമതല മുഴുവൻ എന്റെ തലയിലാ. എന്നാ പിന്നെ ജോലി രാജിവെച്ച് വീട്ടുപരമായിട്ട് ഇരുന്നാ പോരെ, വെറുതെ മറ്റുള്ളവരെ മെനക്കെടുത്താതെ. ആ വാസു, ആരെങ്കിലും വിളിച്ചാ ഞാൻ ആ മെഡിക്കൽ ക്യാമ്പിന്റെ കാര്യം ഡിസ്കസ് ചെയ്യാൻ DMO ഓഫീസിൽ പോയി എന്ന് പറയണം. മേഡത്തിന്റെ ക്യാമ്പിനെ കുറിച്ച് ഇപ്പൊ നാട്ടിലൊക്കെ ഭയങ്കര പേരാ. എന്തൊരു സേവന മനോഭാവം. ഇനിയിപ്പൊ സുഖായില്ലേ? കുറച്ച് ദിവസത്തേക്ക് നഴ്സറിയിലൊന്നും പോണ്ടാലോ. ഇനി ഏട്ടന്റെ കൂടെ അടിപിടി കൂടുമ്പോ സൂക്ഷിക്കണം ട്ടോ. അരുൺ ഡോക്ടർ വിളിക്കുന്നു. എന്താ ഒരു പൂപ്പുഞ്ചിരി? ഹേയ്, ഒന്നുമില്ല. പ്രഥമനും പാൽപ്പായസം അകമ്പടിയായി ഒരു സദ്യ കിട്ടാനുള്ള യോഗം ഉണ്ടെന്ന് തോന്നുന്നു അടുത്ത് തന്നെ. ലീവ് എടുത്ത് ഒരു ദിവസം ഗുരുവായൂർ വെക്കുള്ളൂ. ഇപ്പൊ കല്യാണങ്ങളുടെ സീസണാ. ഭഗവാനെ തൊഴാം, ഓസിന് എവിടെന്നെങ്കിലും ഞണ്ണേം ചെയ്യാം. വിളിച്ചു എന്ന് പറഞ്ഞു. താങ്ക്സ് പറയാൻ. ഭദ്ര പറഞ്ഞ ആ വീട് കിട്ടി. നല്ല ഭംഗിയുള്ള വീട്, വാടകയും അഫോർഡബിൾ. പിന്നെ എന്റെ ചോദ്യത്തിന് ഉത്തരം കിട്ടിയില്ല. അച്ഛനും അമ്മയും പറഞ്ഞിട്ടുണ്ട് ഈ നാട് കാണാനും പിന്നെ ഒരു നാട്ടുകാരിയെ കാണാനും. അതിനു മുമ്പെങ്കിലും എനിക്കുള്ള ആൻസർ. എന്റെ മുമ്പിൽ ഒരുപാട് ചോദ്യങ്ങളുണ്ട് ഡോക്ടർ. ഒന്നിനുള്ള ഉത്തരവും എനിക്കറിയില്ല. ജയന്തിയെ ഞാൻ ഏർപ്പാടാക്കിയിട്ടുണ്ട്. അവള് കണ്ടുപിടിക്കും മനസ്സിലെന്താണ്. ഒരുപാട് പ്രാരാബ്ദങ്ങളുള്ള കുട്ടിയാണ് സർ. അത് പങ്കുവെക്കാനൊരാൾ അങ്ങനെ കണ്ടാ മതി. ആ, ഇത് നടന്നാൽ ആ കുട്ടിയുടെ മഹാഭാഗ്യം. നോ, എന്റെ. നിന്നോടാ ചോദിച്ചത്? എന്റെ കണ്ണട എടുത്ത് കിണറ്റി കൊണ്ടുപോയി ഇട്ടോ നീ? എത്ര ചോദിച്ചാലും ഞാൻ ഇല്ലാന്നേ പറയും. തൂണിൽ പിടിച്ചു കെട്ടി ചൂരിൽ മയക്കാൻ അറിയാം എനിക്ക്. സത്യം പറയാൻ അറിയാലോ. എന്താ അവിടെ? ഈ വീട് മുഴുവൻ പരതി ഞാൻ എന്റെ കണ്ണട കളയില്ല. ഈ മൂദേവി എടുത്ത് കിണറ്റി കൊണ്ടുപോയി ഇട്ടാ. മൂദേവി നിന്റെ അച്ഛൻ. വേണ്ട വലിയമ്മ, തല്ലണ്ട. ഭ്രാന്ത, മുഴു ഭ്രാന്ത്. വലിയ ആശുപത്രി ഉണ്ടാക്കണം. വീട്ടിൽ പൊറിപ്പിക്കാൻ പറ്റൂല. ഇങ്ങ് വാ, ആസ്പത്രി കൊണ്ടുപോയി നിന്നെ ഞാൻ എടുത്തോളാം കേട്ടോ. ഇങ്ങോട്ട് വരെ. എന്തിനാ ചെറിയമ്മ ഇങ്ങനെ ഓരോന്ന് ഒപ്പിക്കണത്? ഭ്രാന്ത് കുറച്ചുണ്ടെങ്കിലും അത് മുഖത്ത് നോക്കി പറയാൻ പാടുവോ മോള്? വാ. എന്താന്നറിയില്ല, ആ തലച്ചുറ്റിൽ അങ്ങോട്ട് മാറണില്ല. പ്രഷർ ഒന്ന് നോക്കണം. എന്ത് നോക്കിട്ടെന്താ? പറയണ ഗുളിക സമയത്ത് കഴിക്കില്ലല്ലോ. നിനക്ക് ഇന്നും വൈകി കേട്ടോ. മതി, ബാക്കി ഞാൻ എന്താച്ചാ വെക്കോ വേവിക്കോ ചെയ്യാം. ചോറായി, കറി ഇപ്പൊ തന്നെ ആവും. അമ്മ പോയി കിടന്നോളൂ. തലച്ചുറ്റലും കൊണ്ട് അടുക്കള തിരിയണ്ട. ഞാൻ കൂടണോ കുട്ടാ? എന്റെ അമ്മേ, ഇതെന്താപ്പത്?
ഈ വേഷങ്ങൾ സ്ഥിരാക്കിയോ? പഴനി പഴനി ഹരഹരോ ഹരഹര എന്റെ ഹരിഹരൻ എങ്ങോട്ട് പോയേ? ഹരഹരോ ഹരഹര. ഉച്ചത്തേക്കുള്ള ചോറും കറിയും ഒക്കെ റെഡിയാക്കി വെക്കുന്നുണ്ട്. സമയത്തിനൂടെ ഉണ്ടാവണം, കഴിക്കുകയും വേണം. ദാ വരണു. എടി ഭദ്രേ, എടേ ഒരു 500 രൂപ എടുത്തേ. എന്റെ നോണ പറയേണ്ട കാലത്തെ നീ എടുക്ക്, ഞാനങ്ങ് തരാം. ഓ തന്നെ. ആകെയുള്ള പൈസ പലചരക്കടയിൽ കഴിഞ്ഞ മാസം നിർത്തിയത് കൊടുക്കാനുണ്ട്. അത് ഞാൻ കൊടുത്തോളാം. നീ ഇവിടുത്തെ സമയം കളയല്ലേ, തൃശ്ശൂർ എത്താനുള്ള. ഒരു വഴിക്ക് പോകുമ്പോ കീശ കാശില്ലാതെ എങ്ങനെയാ? ഇങ്ങോട്ട് എടുക്കടി. ഇങ്ങനെ വെന്ത് ചീഞ്ഞാ തിന്നാൻ കൊള്ളുവോ? വേറെ ഉണ്ടാക്കാം. ഹരഹരോ ഹരഹര. ഹരഹരോ ഹരഹര ഹരഹരോ. എന്റെ ഈശ്വര, എന്താ ചെറിയമ്മേ കാണിച്ചേ? എന്താ? ആ ചോറിന്റെ കല എടുത്ത് കിണറ്റിലിട്ടു. എനിക്ക് വയ്യ എന്റെ തേവരെ. അത് വെന്ത് ചീഞ്ഞു പോയി ഹരഹരോ. വേറെ നല്ല ചോറ് ഞാൻ ഉണ്ടാക്കി തരാം ഹരഹരോ. പൊയ്ക്കാന്റെ അമ്മിന്ന് ഇല്ലെങ്കിൽ ചൂലെടുത്ത് ഞാൻ മയക്കും. ഹരഹരോ ഹരഹര ഹരഹരോ ഹരഹര. ഇനിയിപ്പൊ എന്താ ചെയ്യാ? നീ പോകാൻ നോക്കൂട്ടിയെ, പട്ടിണി കിടക്കട്ടെ എല്ലാണോ. എടി നീ എന്തെങ്കിലും ഒന്ന് പറ. എന്തെങ്കിലും പറയണോ? പിന്നല്ലാതെ ബസ്സിന് പോയിരുന്നെങ്കിൽ ഞാനിപ്പോ എന്റെ വീട്ടിലെത്തുമായിരുന്നു. നിന്റെ കയ്യിൽ നിന്ന് ഒരു വാക്ക് കേൾക്കാനല്ലേ ഞാൻ ഈ നടപ്പ് നടക്കണേ. പറയടി, എന്തെങ്കിലും പറ. എന്തെങ്കിലും പറഞ്ഞാ മതിയെങ്കിൽ പറയാം. പൊടി പട്ടി. ദേ പെണ്ണെ, ഒന്നങ്ങ് തരി ഞാൻ. എടി, നിനക്ക് ആ ഡോക്ടറെ ഇഷ്ടമല്ലേ? അതെ, എനിക്ക് ഡോക്ടർ അരുണിനെ ഇഷ്ടമാണ്, ഫാർമസിസ്റ്റ് വാസുവേട്ടനെ ഇഷ്ടമാണ്, പിന്നെ നിന്നെ ഇഷ്ടമാണ്, ശാരദയെടുത്തിയെ ഇഷ്ടമാണ്. ഛീ, ഈ കഴുതെ കൊണ്ട് ഞാൻ. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടം ആരെയാണെന്നോ? ഇനി വേറെ ആരെങ്കിലും ഉണ്ടോടി ഈ ഉണ്ടത്തലയ്ക്കുള്ളില്? ഉണ്ട്, ആരോഗ്യമന്ത്രി പി ശങ്കരൻ സർ. ഛീ, അങ്ങനെ കല്യാണം കഴിച്ച വലിയ കുട്ടികളൊക്കെ ഉള്ള ആളാ. അതിനെന്താ? അയ്യേ, എന്താടി ഈ പ്രൈമറി ഹെൽത്ത് സെന്ററിലെ സ്റ്റാഫിന്റെ തടഞ്ഞു വെച്ച ഇൻക്രിമെന്റ് പാസ്സാക്കാൻ അദ്ദേഹം വിചാരിച്ചാലേ കഴിയൂ. അത് പാസ്സായാലേ എന്റെ തൽക്കാലത്തെ പ്രശ്നങ്ങൾ തീരും. അപ്പൊ പിന്നെ ഞാൻ വേറെ ആരെയാടി ഇഷ്ടപ്പെടേണ്ടത്? എന്റെ അമ്മ പറയാറുണ്ട്, നല്ലത് നായ്ക്കറിയില്ല. ആണോ? മോളെ കുറിച്ച് അമ്മയ്ക്ക് വ്യക്തമായ അഭിപ്രായം ഉണ്ട് എന്തായാലും. എന്റെ അമ്മേ, എന്താ എന്താ പ്രശ്നം? ഇത്ര ഡ്രമാറ്റിക് ആയിട്ട് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഞാൻ തടി കുറയ്ക്കാനുള്ള ഓട്ടോ ആണെങ്കിൽ വാഹനങ്ങൾ ഇല്ലാത്ത വഴികളാവും നന്നാവുക. അമ്മേ, ഇതാണ് ഭദ്ര. ചേടാ, ഇതെങ്ങനെ? നിന്റെ മുഖത്തുണ്ടല്ലോ ഒരു എളിപ്പിയ ചിരി. അല്ല, ഇത് എവിടുന്ന ഓടി വരണേ? വല്ല പട്ടിയും കടിക്കാൻ വന്നോ? ആ പട്ടി പട്ടിയല്ല, എരുമ. എരുമ കടിക്കാനോ? ബാ കേറ്, ഞങ്ങൾ ഡ്രോപ്പ് ചെയ്യാം. അയ്യോ വേണ്ട ഡോക്ടർ, ഞാൻ പൊയ്ക്കോളാം. അമ്മ വിളിക്കാഞ്ഞിട്ടായിരിക്കും. നീ വിളിച്ചു കഴിഞ്ഞില്ലേ ആദ്യം? വാ മോളെ. അയ്യോ വേണ്ടമ്മേ. അയ്യോ ആരാ അത്? ഭ്രാന്ത, കല്ലൊക്കെ എടുത്തെറി. എന്നാ കേറ്, ഞങ്ങൾ വന്ന് രക്ഷയായിന്ന് പറ. കേറാലോ? കേറിക്കോ കേറിക്കോ. മനുഷ്യന്റെ പിത്തടക്കിയാലോ ഓരും പട്ടോള്. താമസിക്കാൻ നല്ലൊരു വാടക വീട് കിട്ടി. നിങ്ങൾക്ക് രണ്ടുപേർക്ക് ഇഷ്ടാവുന്ന ഉറപ്പാ. അരുൺ ഫോണിൽ പറഞ്ഞപ്പോ ഇത്രയ്ക്ക് പ്രതീക്ഷിച്ചില്ല. നല്ല വീട്, നല്ല നാട്. എന്റെയും ദേവിയുടെയും ഒക്കെ നാട് മഞ്ചേശ്വരത്താ, എക്സ്ട്രീം നോർത്ത്. വന്നിട്ടുണ്ടോ ആ വഴിയൊക്കെ? ഇല്ല. ഇരിക്കൂട്ടി. കാപ്പിയാണോ ചായയാണോ ഇഷ്ടമെന്ന് ദേവി ചോദിച്ചത് ഞാൻ കേട്ടില്ല. അയ്യോ സോറി, കാപ്പിയാണ്. ഇഷ്ടാവോ? മതി, എന്തും ഇഷ്ടാണ്. ഗുഡ്. ഞാനും അതെ. ഒരിക്കലും നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങൾ ആതിഥേയരുടെ മുന്നിൽ പ്രകടിപ്പിക്കില്ല. അവർ തരുന്നത് എന്തായാലും സ്വീകരിക്കും. ബാബുജിക്ക് നല്ലൊരു ലിസണറിനെ കിട്ടിയിട്ടുണ്ട്. നന്നായി. ബാബുജിക്ക് ഒരാളെ ഇഷ്ടായി എന്നുള്ളതിന്റെ ലക്ഷണാണ്. ഇതെന്താ ഇവർ രണ്ടുപേരും എന്നെ ഒരേ പേര് വിളിക്കുന്നത് ചിന്തിക്കുന്നുണ്ടാവും ഭാമ. ബാബു ഭദ്ര, നോട്ട് ബാമ. ഓ, ഭാമ എന്റെ. യെസ്, ജയന്തി പറഞ്ഞു. സിസ്റ്റർ അമ്മേ. ആ കുട്ടി മെഡിസിന് പഠിക്കുക. ഐ തിങ്ക് ഷീസ് ഡൂയിങ് ഹർ ഹൗസ് സർജൻസി. ഓ, അതെ.
നീ ഞങ്ങളെ കുറിച്ച് എന്തെല്ലാം പറഞ്ഞിട്ടുണ്ട്? അതിപ്പോ ഒന്നും പറയാറുമില്ല, ഒന്നും കേൾക്കാൻ നിൽക്കാറുമില്ല. ഇന്നറിയാതെ കാറി കയറി പോയതല്ലേ ആ ഭ്രാന്തി കാരണം. ആ, ഞാൻ ആ പേരിൽ നിന്ന് തുടങ്ങാം. എന്റെ പേര് മുസാഫിർ ബാബു. അരുണിന്റെ അമ്മയുടെ പേര് ദേവി. കൂടുതൽ വിശദീകരണങ്ങൾ വേണ്ടല്ലോ. ഞങ്ങൾ 2 മനുഷ്യർ മാത്രമാണെന്ന തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിൽ ഓർ ഒരു സ്ത്രീയും പുരുഷനുമാണെന്ന വിശ്വാസത്തിൽ ഞങ്ങൾ ഒരുമിച്ച് ചേർന്നു. മോൻ ജനിച്ചപ്പോ അവൻ ഞങ്ങളെ എന്ത് വിളിക്കണമെന്ന് ഒരു ധാരണയില്ലായിരുന്നു. അമ്മയെന്ന വാക്ക് ഉറച്ചു തുടങ്ങിയപ്പോ എന്റെ കയ്യിൽ നിന്ന് കിട്ടിയതാവണം. ബാപ്പയ്ക്കും അച്ഛനും പകരം ബാബുജിന്ന് വിളിച്ചു തുടങ്ങി. തെരഞ്ഞെടുക്കാനുള്ള ആ സ്വാതന്ത്ര്യം ഇപ്പോഴും ഞങ്ങൾ ഇവന് കൊടുക്കാറുണ്ട്. എന്ത് കാര്യത്തിലും ഞങ്ങൾക്ക് ഇവനെ വിശ്വാസമാണ്. ഇവന് തെറ്റുപറ്റില്ല എന്നുള്ള വിശ്വാസം. ഇത്രയൊക്കെ ഞങ്ങളുടെ ഈ ചെറിയ കുടുംബത്തെ കുറിച്ച് പറയാനുള്ളൂ. ഈ വീടിന്റെ സ്വന്തമാവാൻ ഞങ്ങൾ ക്ഷണിച്ചാൽ വരില്ലേ ഇയാള്? അരുൺ, അരുൺ, നിന്റെ അമ്മ ധൃതി കൂട്ടുന്നു. അധികമൊന്നും കാത്തിരിക്കാൻ വയ്യ അവൾക്കെന്ന്. ഭാഗ്യവാനാ നീ. നല്ല മോളാ അവള്.